അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ എപ്പിസോഡ്സിൽ, ശ്രുതിയായിട്ടുള്ള എപ്പിസോഡ്സിൽ ശ്രുതിയുടെ കുഞ്ഞിലേ തൊട്ട് വലുതായതും പിന്നെ കല്യാണം വരെയായി, കല്യാണം കഴിഞ്ഞ് കുട്ടിയായി, അത് കഴിഞ്ഞിട്ടാണ് ഫ്ലവേഴ്സിൻ്റെ മ്യൂസിക്കൽ വൈഫ് വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും അറിയോ 2023 അതിൻ്റെ വിന്നറാണ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ശ്രുതി. മ്യൂസിക്കൽ വൈഫ് വിന്നർ ഓഫ് ദിസ് സീസൺ ഈസ് Shruti S. Babu. മാത്രമല്ലടാ 2024 ഫ്ലവേഴ്സ് തന്നെ 5 സീസണിലെ വിന്നേഴ്സിനെ, അങ്ങനെയുള്ള 15 വിന്നേഴ്സിനെ വിളിച്ചിട്ട് ഒരു മെഗാ കോൺടെസ്റ്റ് നടത്തി. അതില് 2024 വിന്നറാണ് അഗെയിൻ നമ്മുടെ ശ്രുതി. ഭാവന, റിസൾട്ട് പറയാൻ റെഡി അല്ലേ? റെഡി. കൗണ്ട് ഡൗൺ ദാ തുടങ്ങുവാണ്. ഓക്കേ. 5 4 3 2 1. Shruti S. Babu. മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിൽ ശ്രുതി എസ് ബാബു ഇതാ കിരീടം നേടിയിരിക്കുന്നു. കഴിഞ്ഞ 16 ആഴ്ചകളായി നടന്ന വീറും വാശിയും നടത്തിയ മത്സര പോരാട്ടത്തിനൊടുവിൽ ശ്രുതി ദാ ആ കിരീടം അടിച്ചെടുത്തിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും പാലക്കാടിന്റെ പാട്ടുവഴികളിലൂടെ ശ്രുതി എസ് ബാബു ഈ സംഗീത വേദിയിൽ പാടി നേടിയത് ആരും കൊതിക്കുന്ന ആലാപന വിജയം. മ്യൂസിക്കൽ വൈസ് മെഗാ ഫൈനലിൽ ദാ വീണിരിക്കുന്നു വീണ്ടും ഗോൾഡൻ ബസർ. മ്യൂസിക്കൽ വൈഫിലെ ഓരോ റൗണ്ടുകൾ, പാടിപ്പോയ ഓരോ ചാപ്റ്ററുകൾ, ഒന്നിനൊന്ന് മികച്ച പാട്ടുകാരുമായി ഇഞ്ചോടിഞ്ച് ഈണം മുറുകിയ മത്സര നിമിഷങ്ങൾ. മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിൽ ആരാണ് വിജയിക്കുന്നത്? Shruti S. Babu. അതെ, മെഗാ ഫിനാലയിലെ ഈ ഒന്നാം സ്ഥാനം ശ്രുതി എസ് ബാബുവിന് വീറും വാശിയും നിറഞ്ഞ ഒരു സംഗീത മത്സരത്തിന്റെ നിറവാർന്ന സ്വപ്ന വിസ്മയം. അല്ലേ, ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട്
വന്നിട്ടുണ്ടാവില്ലേ ശ്രുതി ലൈഫിൽ? തീർച്ചയായും പറഞ്ഞുതരൂ. 2023 ഞാൻ പറഞ്ഞിരുന്നു മോളൊക്കെ ആയതിനു ശേഷം ഒരു ബ്രേക്കിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓൺലി ബിക്കോസ് ഇത് കല്യാണം കഴിഞ്ഞവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ അതിൻ്റെതായ കൺസിഡറേഷൻ നമുക്ക് കിട്ടും. കാരണം മുന്നത്തെ പോലെ ഫ്രീ ആയിട്ട് എത്ര ദിവസം വേണമെങ്കിലും ചിലവഴിക്കാം അങ്ങനെ ഒരു ഇതല്ല, നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ കൺസിഡറേഷൻസ് ഈ റിയാലിറ്റി ഷോയിൽ പോകുമ്പോൾ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസവും കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് മെയിനായിട്ട് നമുക്കൊന്ന് ടി വിയിൽ തിരിച്ച് മുഖം കാണിക്കുക, അതായിരുന്നു. ഒരു പാട്ടെങ്കിലും പാടുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. പക്ഷേ ദൈവം സഹായിച്ച് അവിടെ പോയി അതിലുള്ള എല്ലാ റൗണ്ടിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ പാടാൻ പറ്റി, ടൈറ്റിൽ വിൻ ചെയ്യാൻ പറ്റി. 23 ഞങ്ങളുടെ ചാപ്റ്റർ 1 ടൈറ്റിൽ വിന്നർ ആവാൻ പറ്റി. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും ആക്ച്വലി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എല്ലാവരുടെയും ഒരു ആക്സെപ്റ്റൻസ് ഇവിടെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്നപ്പോൾ കിട്ടിയ ഒരു ആഘോഷം, എല്ലാവരും വന്നപ്പോൾ തന്നെ അത് എനിക്ക് വിൻ ചെയ്തത് ഒരു ആഘോഷമാക്കി. അതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. പിന്നെ പാരൻസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഹസ്ബൻഡും മോളും ഒക്കെ. അവളും എന്താ പറയുക, അവളുടേതാണ് മെയിൻ സപ്പോർട്ട് പറയേണ്ടത്. കാരണം അവളുടെ ഞാൻ ഇങ്ങനെ പാട്ട് പാടുന്നത് കൊണ്ട് അവളുടെ റുട്ടീൻ ചേഞ്ച് ആവുന്നു, അവൾക്ക് വാശി കൂടുന്നു, അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങളൊക്കെ മാറുന്നുണ്ടെങ്കിൽ അവൾ ഒരു വാശിക്കാരി ആവുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പിന്നെയും കൂടുതൽ സ്ട്രെസ്ഡ് ആവുകയുള്ളൂ. പക്ഷെ ആൾ അത്രയും സപ്പോർട്ടാണെന്ന് തന്നെ പറയണം. എൻ്റെ മോള് അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇഷ്ടമാണ്, അമ്മ പാടുന്നത് ഇഷ്ടമാണ്. ഫിനാലയിലെ ഒരു സീൻ ആ ഫൈനൽ ടിവിയിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ആളായിരുന്നു, പ്രത്യേകിച്ച് ശ്രുതി ഉള്ളതുകൊണ്ട്. അതിൽ മോള് സൃഷ്ടിനെ കാണിക്കുന്നുണ്ട് അവര്. അവള് എപ്പോഴും ഇരിക്കാറൊന്നുമില്ല, കാരണം അതിന്റെ ഉള്ളിൽ ഒരുപാട് നേരം ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അമ്മ നോക്കും. എൻ്റെ അമ്മയും അത്രയും സപ്പോർട്ട്, അമ്മ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് അവളുടെ കൂടെ ഇരുന്നിട്ടാണെങ്കിലും ഒക്കെ. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടാണ്, പിന്നെ എൻ്റെതായിട്ടുള്ള കുറച്ച് ഇൻപുട്ടും കൊണ്ടാണ് അത് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം വന്ന് പിന്നെ കുറച്ച് പേരൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് പെട്ടെന്ന് തുടങ്ങിയ ഒരു റിയാലിറ്റി ഷോ ആണ്, പെട്ടെന്ന് തീരുകയും ചെയ്തു. 1 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതിന് മുന്നേ തീർന്നു പോയോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഈവൻ ദോ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എനിക്ക് ഒരു ബ്രേക്ക് ത്രൂ കിട്ടി, തിരിച്ച് പാട്ടിലേക്ക് തന്നെ വരാൻ പറ്റി. കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ ഗസ്റ്റായിട്ടൊക്കെ ചെറുതായിട്ട് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 5 സീസൺ കഴിഞ്ഞു. ഓരോ മാസവും ഓരോ സീസൺ കഴിയുവാണല്ലോ. 5 സീസൺ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ശ്രീകണ്ഠൻ നായർ സാറ് ഇങ്ങനൊരു ഇത് പറഞ്ഞു, അതായത് ഈ 5 സീസണിൻ്റെയും വിന്നേഴ്സിനെ വെച്ചിട്ട് ഒരു മെഗാ ഫൈനൽ നടത്തണം എന്നുള്ളത്. അപ്പോൾ എന്നെ ആദ്യം ഞങ്ങളുടെ ഡയറക്ടറാണ് വിളിച്ചത്. സാറ് വിളിച്ചപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ എന്താ പറയുക, ഇനി എന്ത് ചെയ്യണം, ഒരു സ്റ്റക്ക് ആയി അവിടെ. ഇത് ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ട, എന്നെ കൊണ്ട് പറ്റില്ല. കാരണം സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോളെയും നോക്കി മൊത്തം ഒരു സ്ട്രഗിൾ ഉണ്ട്. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ അതിൻ്റെയൊക്കെ കൂടെ എൻ്റെ ഒരു പാഷനാണ്, എനിക്ക് കിട്ടിയൊരു അവസരമാണ്, ചാൻസ് ആണല്ലോ. നമുക്ക് എപ്പോഴും ഒരാൾക്ക് കിട്ടുന്ന ചാൻസാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ സാറിനോട് ആദ്യം പറഞ്ഞത്, നമ്മുടെ ഡയറക്ടറിൻ്റെ അടുത്ത് സാറിനോട് ആദ്യം പറഞ്ഞത്, സാർ ഞാൻ മിക്കവാറും ഉണ്ടാവില്ല, എനിക്ക് പറ്റുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു, ശ്രുതി അങ്ങനെ പറയാൻ പാടില്ല, ഞങ്ങളുടെ ഈ സീസണിൻ്റെ ചാപ്റ്റർ 1 വിന്നർ ശ്രുതിയാണ്, അപ്പോൾ ശ്രുതി എന്തായാലും വരണം, മാക്സിമം നോക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ വീട്ടിൽ സംസാരിച്ചപ്പോൾ അച്ഛനും അമ്മയും ഹസ്ബൻഡും പിന്നെ അനിയത്തി ആണ്, ഞാൻ എന്തുണ്ടെങ്കിലും അവളെയാണ് ആദ്യം അപ്രോച്ച് ചെയ്യുന്നത്. ഈവൻ ഒരു കുട്ടി ഡ്രസ്സ് എടുക്കാൻ പോലും അവളുടെ ഒരു ആക്സെപ്റ്റൻസി വേണം സാധനം. അപ്പോൾ അനിയത്തിയുടെ അടുത്ത് ചോദിച്ചു, എല്ലാവരും കൂടെ കുഴപ്പമില്ല, നമുക്ക് നോക്കാം, നീ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം, അതാണ് ഒരു ഇത്, പോവാ, എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ചെറിയൊരു ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം എല്ലാരും വിന്നേഴ്സാണ്, എല്ലാവരും വിന്നേഴ്സാണ്. 5 സീസണിലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിട്ടിയ 3 സ്ഥാനങ്ങൾ കിട്ടിയ 15 പേര്, അതിൽ ഒരാളുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, 14. അപ്പോൾ ഇത്രയും വിന്നേഴ്സിന്റെ കൂടെയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയ ടെൻഷൻ. നമ്മൾ വിന്നറായി, ശരി, ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഔട്ടായാൽ ഓ അങ്ങനെയൊക്കെ ആയിരുന്നേ. പക്ഷെ അതൊക്കെ അൺവാണ്ടഡ് ടെൻഷനാണ്. നമ്മളെ ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. പിന്നെ 2 കൽപ്പിച്ചങ്ങ് ഇറങ്ങി, അങ്ങനെ വിന്നറായി വെളിയിലും വന്നു. അതെ. അപ്പൊ ശ്രുതിയുടെ ലൈഫ് എങ്ങനെ ചേഞ്ച് ആയി ഈ ഒരു ടൈറ്റിൽ വിന്നർ ആയിട്ട്? എന്ന് പറഞ്ഞാൽ മെഗാ ഫൈനലിന്റെ വിന്നർ ഓഫ് വിന്നേഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ലൈഫ് എങ്ങനെ ചേഞ്ച് ആയി? ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം
പ്രോഗ്രാംസ് ഒന്നും ചെയ്യാണ്ട് വീട്ടിലിരുന്നോണ്ടിരുന്ന ഒരാളാണ്. പാട്ട് പാടും, ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കാറുണ്ട് കേട്ടോ. ഞാനത് പറയാൻ വിട്ടു. ഞാൻ കുഞ്ഞു കുട്ടികൾക്ക് ക്ലാസ് എടുക്കാറുണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങിയിരുന്നു. അപ്പോൾ അത് ചെയ്യും. പിന്നെ എനിക്ക് വേണ്ടി പാടും, മോൾക്ക് വേണ്ടി പാടുന്ന ഉള്ള ഒരു അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ അത്യാവശ്യം പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട്, സ്റ്റേജ് ഷോസ് ചെയ്യുന്നുണ്ട്. ബോത്ത് ഫിലിം മ്യൂസിക്കിലാണെങ്കിലും ശരി, കച്ചേരി ആണെങ്കിലും ശരി, രണ്ടും. അമ്പലങ്ങളിലൊക്കെ കച്ചേരി ചെയ്യാൻ വിളിക്കാറുണ്ട്, കച്ചേരി ചെയ്യാറുണ്ട്, സ്റ്റേജ് ഷോസും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടാണ് പ്രോഗ്രാംസ് ചെയ്യുന്നത്. കാരണം ഒരുപാട് ഇപ്പോൾ ഡെയിലി പ്രോഗ്രാംസ് ചെയ്താൽ മേ ബി അതൊരു എക്സോസ്റ്റഡ് ആവും. എനിക്ക് മോളെ നോക്കാനുണ്ട്, ഹസ്ബൻഡും മോളും ഞാനും മാത്രമേ വീട്ടിലുള്ളൂ. അച്ഛനമ്മമാർ 2 പാരൻസും അവരുടെ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോഗ്രാം ഉണ്ടോ എന്ന് വിളിക്കുമ്പോഴും ഞാൻ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം ഇതുണ്ട്. എനിക്ക് എല്ലാ ഷോസും, ഇപ്പം നിങ്ങളുടെ കൂടെ ഞാൻ വരികയാണെങ്കിൽ എല്ലാ ഷോസും എനിക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറ്റുന്ന ഷോസ് മാത്രം ഞാൻ എന്തായാലും വരും എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അങ്ങനെ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഷോസ് ആണ് ചൂസും ചെയ്യുന്നത്. സ്റ്റേജ് ഷോ, കച്ചേരീസ് കൂടാതെ മോളെ ആൽബംസ്, ബാൻഡ് അതുണ്ട്. അത് ഞങ്ങള് ഈ ചാപ്റ്റർ 1 എല്ലാം മാരീഡ് വിമൻ ആണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് സീസൺസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങള് 12 പേര് ഫസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്ന ഞങ്ങൾ 12 പേര് കൂടെ ഒരുമിച്ചിട്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് നമ്മളെല്ലാവരും പാട്ടുകാര്, നമുക്കൊരു ബാൻഡായിട്ട് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നു. അപ്പോൾ സ്ത്രീകൾ മാത്രമുള്ള ഒരു ബാൻഡായിട്ട് ഞങ്ങൾ ഭൂമി ദ ബാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ആരംഭിച്ചു. പിന്നെ ഒബ്വിയസ്ലി ഈ സ്ട്രഗിൾ ഉണ്ടല്ലോ, ഭാര്യമാരാകുമ്പോൾ അല്ലെ അമ്മമാരാകുമ്പോൾ ഉള്ള സ്ട്രഗിൾ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ചെയ്യും, ഞങ്ങൾ ആക്റ്റീവ് ആണ് ഇപ്പോഴും. പല പ്ലാനിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2-3 പ്രോഗ്രാംസ് ഓൾറെഡി ചെയ്തു, എല്ലാം ഒരു സക്സസ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടേതായ 2-3 ആൽബംസ് ഇറക്കി. ആൽബംസ് പറഞ്ഞാൽ കവർ സോങ്സ് ചെയ്തിട്ടുണ്ട്. അതും നല്ല നല്ല രീതിയിൽ റീച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും ആ ഒരു ബാൻഡ് നെയിമിലും കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട്. ഒക്കെ നന്നായിട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഉറപ്പായിട്ടും പോകും. ഇത്രയും നല്ല മനസ്സും ഇനീഷ്യേറ്റീവും എടുക്കുന്നവർക്ക് എല്ലാം നന്നായിട്ട് പോകും. ഇനി അടുത്ത ഒരു നെക്സ്റ്റ് അച്ചീവബിൾ ഡ്രീം? എന്തായാലും പ്ലേബാക്ക് സിംഗർ ആവാനാണ് എല്ലാ സിംഗേഴ്സിന്റെയും ഒരു ആഗ്രഹമായിരിക്കുമല്ലോ. അത് ഫിലിമിലേക്ക് ഒരു പാട്ടെങ്കിലും പാടി ആ ഒരു അവിടേക്ക് ഒന്ന് കയറി പറ്റണം എന്നുള്ള ആഗ്രഹം ഉണ്ട്, പണ്ട് മുതലേ ഉണ്ട്. ഇപ്പൊ കുറച്ചും കൂടെ അതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യുക, പിന്നെ ഷോസ് ചെയ്യുക. ഇപ്പോഴെല്ലാ സ്ഥലത്തും ഈ സോഷ്യൽ മീഡിയ നമ്മുടെ ലൈഫിൽ ചെലുത്തുന്ന സ്വാധീനം കുറവല്ല അല്ലേ. അപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും നമ്മൾ നമ്മുടെ കഴിവുകളെ കൂടുതലാക്കി നന്നാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ ആവുമ്പോൾ. ഞങ്ങളും പ്രാർത്ഥിക്കാം ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദാറ്റ്. അപ്പം നമ്മൾ ഈ എല്ലാ ഗസ്റ്റ് വരുമ്പോൾ ഒക്കെ നമുക്കൊരു റിച്വൽ ഉണ്ട്. എന്താണെന്നറിയോ, ലാസ്റ്റ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പൊ ഗോപു എടുത്തോളൂ. അയ്യോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിൽ ഒറ്റയടിക്ക് തോന്നുന്ന ആൻസർ. ഓക്കെ. If music was banned for a day, what would you do? കഷ്ടപ്പാടായിരിക്കും. ഇല്ല, ഞാൻ വരയ്ക്കും. വരയ്ക്കും ഇൻ ദ സെൻസ്, ഞാൻ ഈ കൊറോണ വന്നല്ലോ ആ സമയത്ത് മോളും ആയ സമയമാണ്. അപ്പോഴാണ് എനിക്ക് ഈ മണ്ഡല ഉണ്ടല്ലോ, മണ്ഡല ആർട്ട്, അതിലൊരു ഇൻട്രസ്റ്റ്. വരയ്ക്കാൻ എനിക്ക് മനസ്സിൽ നിന്നെടുത്ത് വരയ്ക്കാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ നോക്കി വരയ്ക്കുമായിരുന്നു ചെറുപ്പം തൊട്ടേ, ചെറിയ ഇതൊക്കെ നോക്കി വരയ്ക്കും. അപ്പൊ ഈ മണ്ഡല ഒരു സിമെട്രിക്കൽ പാറ്റേൺ ആണ്, നമ്മൾ അതിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അത് അപ്പൊ ഒരു കടന്നു വന്നൊരു ആളാണ്. അപ്പൊ അത് എപ്പോഴെങ്കിലൊക്കെ എനിക്ക് കുറച്ചൊരു സ്ട്രെസ് റിലീഫ് വേണം, അല്ലെങ്കിൽ ഒന്ന് കാമായിട്ടിരിക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ ഞാനൊരു മണ്ഡല എടുത്ത് വരയ്ക്കും. പണ്ട് ഭാവനി വന്നപ്പം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മെഡിറ്റേഷൻ എങ്ങനെയും ചെയ്യാന്നുള്ളത്. അതിലൊരു പോയിന്റ് ആണ് ഇത്. കറക്റ്റ് ആണ് കേട്ടോ. അത് നമുക്ക് ഭയങ്കര, നമ്മൾ അതിലാണ്, അതായത് ഒരു സിമെട്രിക്കലായിട്ടുള്ള കംപ്ലീറ്റ് പാറ്റേൺ നമ്മൾ എല്ലാം ഒരേപോലെ ചെയ്യണം. നല്ല പേഷ്യൻസ് വേണം, പക്ഷെ അതില് നമ്മൾ കംപ്ലീറ്റ്ലി അതിലായിരിക്കും ഇൻവോൾവ് ആയിരിക്കും. അത് എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാണ്. If your husband were a musical instrument, okay, what would he be and why? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിരുന്നെങ്കിൽ മേ ബി
ശ്രുതി ബോക്സ് എന്ന് പറയാൻ വേണമെങ്കിൽ, പക്ഷെ കാരണം എനിക്ക് എപ്പോഴും ഓൺ ചെയ്ത് വെച്ചിട്ട് അതിന്റെ കൂടെ പാടാലോ. വെരി നൈസ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഗിറ്റാർ വായിച്ച് പാടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനൊന്ന് ട്രൈയും ചെയ്തതാണ്, പക്ഷെ അതിൽ കൂടുതൽ ആയിട്ടില്ല. എപ്പോഴും കൂടെ വെക്കുന്ന ശ്രുതി ബോക്സ്, എപ്പോഴും ഉള്ളത് ശ്രുതി ബോക്സ് ആണ്. അതിപ്പം കർണാട്ടിക് ആണെങ്കിലും ശരി, മ്യൂസിക് മറ്റേ ഫിലിം സോങ്സ് ആണെങ്കിലും ശരി, എപ്പോഴും കൂടെ ഉള്ളത് ശ്രുതി ബോക്സ് ആയിരിക്കും. എനിക്ക് ആൻസർ ഇഷ്ടപ്പെട്ടു. തീർന്നിട്ടില്ല കേട്ടോ. ഒന്ന് വേണമെങ്കിൽ മോളെടുത്തോളൂ. ഓക്കെ, വാട്ട്സ് യുവർ ഗോ ടു ബാത്റൂം കൺസേർട്ട്? ബാത്റൂമിൽ നിന്ന് പാടുന്ന, സത്യം പറഞ്ഞ ഞാൻ ബാത്റൂമിൽ നിന്ന് പാട്ട് പാടാറില്ല. എനിക്കൊന്നും പാട്ട് അറിയാത്തവരാ ബാത്റൂമിൽ കയറി പാട്ട് പാടുന്ന. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ വെറുതെ മൂളുന്ന പാട്ടല്ലേ? വെറുതെ മൂളുന്ന പാട്ട് ഞാൻ ഏതെങ്കിലും കർണാട്ടിക് കൃതിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പാടുന്നത്. ഇപ്പോ അങ്ങനെ ആയിരിക്കും മിക്കവാറും. കാരണം എനിക്ക് അത് പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല. ബാത്റൂമിന്റെ വെളിയിൽ കുറെ പാടുന്നത് കൊണ്ട് ബാത്റൂമിന് ഉള്ളിൽ കയറി പാടേണ്ട ആവശ്യം. കൃഷ്ണാനി ബേഗനെയൊക്കെ ഞാൻ ചുമ്മാ പാടി നടക്കും. അങ്ങനെയൊക്കെ അങ്ങനെ അതുപോലത്തെ കൃതികളായിരിക്കും. കാരണം ചെറുപ്പം തൊട്ടേ അതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം മിക്കവാറും അങ്ങനത്തെ പാട്ടുകളായിരിക്കും മൈൻഡിൽ വരിക. അപ്പൊ 2 ക്വസ്റ്റ്യൻസും കൂടെ കേട്ടോ. എന്റെ വക പറഞ്ഞ എന്റെ വക പറഞ്ഞ. ഞാനൊരു ഭയങ്കര രസമുള്ള ഇത് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഒന്നാ. വിച്ച് ഫുഡ് ഇസ് യുവർ ബിഗ്ഗസ്റ്റ് എനിമി ബിഫോർ എ പെർഫോമൻസ്? ഐസ്ക്രീം ഓർ ബിരിയാണി? ഐസ്ക്രീം ഒബ്വിയസ്ലി. ഐസ്ക്രീം എനിക്ക് സത്യം പറഞ്ഞാൽ കഴിക്കാണ്ട് ഇപ്പൊ എനിക്കത് എന്നോടുള്ള താല്പര്യം തന്നെ കുറഞ്ഞു എന്ന് പറയാം. പക്ഷെ ചിലവരൊക്കെ പറയാറുണ്ട് കേട്ടോ. ചിലവരൊക്കെ പറയും ഐസ്ക്രീം കഴിച്ചാലാണ് വോയിസ് നന്നാവുക. അവർക്ക് ഇറ്റ് ഡിപ്പെൻസ്. ഐസ്ക്രീം കഴിച്ചത് കൊണ്ട് മാത്രം വോയിസ് പോകുന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല അവിടെ. ഞങ്ങളുടെ ട്രെയിനർ ഒരു പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്, ചിലവർക്ക് ഐസ്ക്രീം കഴിച്ചാലായിരിക്കും തൊണ്ട നന്നാവുന്നത്. ഇത് ഞാൻ പറയുന്നത് കറക്റ്റ് ഇൻഫർമേഷൻ ആണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് പറഞ്ഞു തന്നതും എനിക്ക് അറിവ് കിട്ടിയത് എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പ്രോഗ്രാം ഉണ്ട്, എനിക്ക് ആകെ ഞാൻ ഒരു ഐസ്ക്രീം കഴിക്കട്ടെ അങ്ങനെ പറഞ്ഞിട്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. പക്ഷെ ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് ഐസ്ക്രീം തരാറില്ല, പ്രോഗ്രാമിലൊന്നും തരാറില്ല. നമ്മളങ്ങനെ കേൾക്കാറ്. അപ്പൊ അതുകൊണ്ട് ബിരിയാണി ആണെങ്കിലും ഈ ഓയിലി ഐറ്റമാണ്. ഓയിൽ ഓൾസോ നമുക്ക് പ്രശ്നമാണ്. ഞാൻ മിക്കവാറും എന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം. നല്ല ഇഷ്ടപ്പെട്ട സാധനം കഴിക്കാറുള്ളൂ. ശ്രുതിക്ക് പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് അനോയ്സ് യു മോർ? ഓക്കെ, ആൻഡ് ഔട്ട് ഓഫ് ബീറ്റ് ഓർക്കസ്ട്ര ഓർ ടോയ്സ് സ്കാറ്റേർഡ് എവറിവെയർ? ഇതിൽ ഏതാ തീരെ സഹിക്കാൻ? രണ്ടും അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ അതിൽ ഒട്ടും സഹിക്കാൻ പറ്റാത്തത് ഓർക്കസ്ട്ര. പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് പാട്ടിൽ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോ ബുദ്ധിമുട്ട്. മോള് ആയിട്ട് ശ്രുതി അല്ലെങ്കിലും വളരെ ഫ്രണ്ട്ലി ആണല്ലോ, അപ്പൊ അവിടെ എനിക്കൊന്നും അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പം അങ്ങനെ നമ്മളുടെ എപ്പിസോഡ് വളരെ ഭംഗിയായിട്ട് ശ്രുതിൻ്റെ ചെറുപ്പകാലം തൊട്ട് ഇന്നത്തെ നമ്മുടെ ശ്രുതി വരെ നമ്മൾ എത്തി. അതിൽ ഈ പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ശ്രുതിൻ്റെ ഒരു ഡ്രീം ഇപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഡ്രീമായി മാറിയിട്ടുണ്ട്. വിനീത് ശ്രീനിവാസനും ശ്രുതിയും കൂടി ഒരു ഡുവറ്റ് പ്ലേ ബാക്ക് മലയാളം സോങ് ഹോപ്പ്ഫുള്ളി നമുക്കൊക്കെ കേൾക്കാൻ പറ്റട്ടെ എന്നുള്ള ആഗ്രഹം. ശ്രുതിൻ്റെ എല്ലാ ഡ്രീംസും എത്രയും പെട്ടെന്ന് ദൈവം സാധിച്ചു തരട്ടെ. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ എപ്പോഴും പറയും കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ഒരുപാട് ദൈവം ബ്ലെസ് ചെയ്ത ഒരാളാണ് ശ്രുതി. അത് വീണ്ടും വീണ്ടും നിറയെ ഉണ്ടാവട്ടെ അല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് വിത്ത് റെൻ ആൻഡ് ഗോ.